ഹായ് ഫ്രണ്ട്സ്, ഐ ആം മൈമൂൺ ഫ്രം കാലിക്കറ്റ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നാടൻ കോഴി വറുത്തരച്ച് വെച്ചതാണ്. നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. തേങ്ങ വറുത്തരച്ച് വെച്ച നല്ല നാടൻ കോഴി നമ്മുടെ പരമ്പരാഗതമായിട്ട് പണ്ടുള്ളവരുണ്ടാക്കിയിരുന്ന അതേ കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഒരു നാടൻ കോഴിയാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ കോഴിയാണ്, ബ്രോയിലർ കോഴിയൊന്നുമല്ല. നല്ല നാടൻ കോഴി. ഇനി ഇട്ട് കൊടുക്കുന്നത് ചതച്ച ഇഞ്ചിയാണ്. അതുപോലെ തന്നെ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൊടിയാവണമെന്നൊന്നുമില്ല, ഞാനിങ്ങനെ മുറിച്ചെന്നേ ഉള്ളൂ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുത്ത് പൊടിച്ചതാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കറിക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓരോ കോഴിക്കും വേവ് വ്യത്യസ്തമായിരിക്കും, അതിനനുസരിച്ച് ടൈം കണക്കാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തേങ്ങ ഇവിടെ വറുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഞാനിതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയിലിട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തെടുക്കാം. ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, 2 ഏലക്കായ അതുകൂടി ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണ്. ഇതിനേക്കാളും മൂക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ ഉണ്ടാവും. ഇത് അത്ര ഡാർക്ക് ആയിരിക്കില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം പെരിഞ്ജീരകമാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഇളക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചതിലേക്ക് ഒഴിക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇവിടെ നാടൻ കോഴി കറി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബ്രോയിലർ കോഴി കഴിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ്. ഒരുപാട് ഹോർമോൺസൊക്കെ കുത്തിവെച്ചിട്ടുള്ള ബ്രോയിലർ കോഴി നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. വല്ലപ്പോഴും മാത്രമൊക്കെ ഒന്ന് കഴിക്കാൻ മാത്രമേ അത് വാങ്ങാൻ പാടുള്ളൂ. കുട്ടികൾക്കൊന്നും കഴിയുന്നതും അത് കൊടുക്കരുത്. ഇതുപോലുള്ള നല്ല നാടൻ ഭക്ഷണങ്ങൾ കഴിപ്പിക്കാൻ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.